ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വീഡിയോ ആയത്. കാരണം ഞാനിപ്പോൾ ജസ്റ്റ് വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ ക്ലാസ് കഴിഞ്ഞിട്ട്. സ്റ്റുഡൻസിൻ്റെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സപ്ലിമെൻ്ററിയുടെ എക്സാം ജാനുവരി 9-നാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് വൈസ് ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സെമസ്റ്റർ ഫസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടോട്ടൽ വരുന്നത് 3 മൊഡ്യൂൾസ്. 3 മൊഡ്യൂൾസിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് 2 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഫ്രം ദ റോമൻസ് ടു നോർമൻസ് ആൻഡ് യൂണിറ്റ് 2 ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ. ഓക്കെ, അപ്പോൾ റോമൻസ് ടു നിങ്ങൾക്കിപ്പോൾ 1 മാർക്ക് 2 മാർക്ക് 4 മാർക്ക് ആൻഡ് 15 മാർക്സാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഈസ് കൺവെൻഷനലി ഡിവൈഡഡ് ഇൻടു 3 പീരീഡ്സ് കോൾഡ് Old English is also known as Anglo-Saxon and Anglo-Saxon period, and the next one is Middle English, then Modern English. Okay, അപ്പോൾ the earliest invaders were the Celts, who invaded on the shores of England around 500 BC. അപ്പോൾ earliest invaders എന്ന് പറയുന്നത് Celts ആണ്. After that Roman conquest and again Anglo-Saxon conquest. Next is Vikings invasion, and the last one is Norman conquest. Norman conquest എസ്സേക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനുമാണ് ഇത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എസ്സേ ചോദിക്കാം, ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നോർമൻ കോൺക്വസ്റ്റ്, അതുപോലെ റോമൻ കോൺക്വസ്റ്റ് തന്നെ നമ്മൾ റോമൻ കോൺക്വസ്റ്റ് ആയാലും ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് ആയാലും നോർമൻ കോൺക്വസ്റ്റ് ആയാലും എഴുതുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് കോൺക്വസ്റ്റ്, വാട്ട് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ ദ ഏർലി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ഈസ് എസെൻഷ്യലി ദ ഹിസ്റ്ററി ഓഫ് ഇറ്റ്സ് ഇൻവേർഡേഴ്സ്. ദ Celts, Romans, Anglo-Saxons and Normans were a few of the more important conquerors of England. അങ്ങനെ നമ്മളൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം ഇതിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. ഏത് കോൺക്വസ്റ്റ് ആണ്, വെദർ ഇറ്റ് ഈസ് റോമൻ കോൺക്വസ്റ്റ് ഓർ ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്, അതിനെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ദ റോമൻ കോൺക്വസ്റ്റ് കെയിം ആസ് ആൻ ഇൻവെൻഷൻ ബിറ്റ്വീൻ ദ അറൈവൽ ഓഫ് Celts ആൻഡ് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്. ആൻഡ് ഫസ്റ്റ് ഇൻവേഡേഴ്സ് ആര് Celts ആണ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് റോമൻസ്. സോ ഇൻ ബിറ്റ്വീൻ Celts ആൻഡ് ആംഗ്ലോ സാക്സൺസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ജൂലിയസ് സീസർ 2 എക്സ്പെഡീഷൻസ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടനിൽ. 55 BC, 54 BC ആൻഡ് 55 BCയിൽ സീസർ ഫസ്റ്റ് എക്സ്പെഡീഷൻ ചെയ്യുന്നു ബ്രിട്ടനിൽ. ആൻഡ് ഹി ലേൺ ദാറ്റ് the land of Britain was fertile and the people they were weak. So he tried to invade Britain എന്നുള്ള രീതിയിലാണ്. And the main occupation or the actual Roman occupation which took place in 43 AD, okay, under the leadership of Emperor Claudius. അങ്ങനെ പറഞ്ഞിട്ട് റോമൻ ഒക്കുപ്പേഷൻ ഓർ റോമൻ കോൺക്വസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ പാക്സ് റൊമാന എന്നൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. പാക്സ് റൊമാന വരുമ്പോൾ ദ റെയിൻ ഓഫ് അഗസ്റ്റസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് എ ലോങ് പീരീഡ് ഓഫ് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി നോൺ ആസ് പാക്സ് റൊമാന ഓർ റോമൻ പീസ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യണം, വാട്ട് ഇസ് മീൻ ബൈ പാക്സ് റൊമാന. പിന്നെ ഈ ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നു, ഹാഡ്രൈൻസ് വാൾ എന്ന് പറഞ്ഞിട്ട് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. റോമൻ കോൺക്വസ്റ്റിന് ശേഷം ബ്രിട്ടനിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായത്. ബിക്കോസ് ദ റോമൻസ് വെയർ റിനൗൺഡ് ബിൽഡേഴ്സ്. ദേ ബിൽറ്റ് ടൗൺസ് വിത്ത് വെൽ കൺസ്ട്രക്റ്റഡ് ഹൗസസ് ആൻഡ് ദേ ബിൽറ്റ് റോഡ്സ്. അങ്ങനെ കുറേ റിനൗൺഡ് ബിൽഡേഴ്സാണ് റോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആ റോമൻസിൻ്റെ ബിൽഡേഴ്സ് എന്നുള്ള രീതിയിൽ റോമൻസിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം. മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ റോമൻ കോൺക്വസ്റ്റ് എന്ത് ചെയ്യുന്നു, റോമൻ കോൺക്വസ്റ്റിലൂടെ ഈ റോമൻസ് ബ്രിട്ടനിലേക്ക് വരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവരെന്ത് ചെയ്യുന്നു, ഒരു വാൾ ബിൽഡ് ചെയ്യുന്നു. ദ വാൾ വിച്ച് വാസ് വെരി ഫേമസ് ഇൻ ഹിസ്റ്ററി. വൈ? ബിക്കോസ് ആഫ്റ്റർ ദ റോമൻ കോൺക്വസ്റ്റ് ഈ പിക്സ് എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ട് കേട്ടോ. ഈ സ്കോട്ടിഷ് ട്രൈബാണ് പിക്സ്. അപ്പോൾ ഈ പിക്സ് ആരെ കോൺക്വർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു, ബ്രിട്ടനെ ട്രൈ ചെയ്യാൻ കോൺക്വർ ചെയ്യുന്നു. അപ്പോൾ ഇൻ ഓർഡർ ടു കീപ് ദി ഹരാസിൻ പിക്സ് അറ്റ് ദ ബേ ദ ബിൽറ്റ് ഹാഡ്രൈൻസ് വാൾ. അല്ലേ, അതൊരു വാളാണ്. ആ വാൾ അവർ ബിൽഡ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പിക്സിനെ, അത് സ്കോട്ടിഷ് ട്രൈബിനെ മാറ്റി നിർത്താനായിട്ട്. അവർ ഇൻവേഡ് ചെയ്യുന്നത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരു വാൾ ബിൽഡ് ചെയ്യുന്നു. ഏതാ ഹാഡ്രൈൻസ് വാൾ. അപ്പോൾ റോമൻ കോൺക്വസ്റ്റിന് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് പാക്സ് റൊമാന, ഹാഡ്രൈൻസ് വാൾ എന്നുള്ളതാണ്. ആൻഡ് another important point in the Roman conquest is that the Roman conquest also resulted in the introduction of Christianity into Britain. ബ്രിട്ടനിൽ ക്രിസ്ത്യാനിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റോമൻ കോൺക്വസ്റ്റിൻ്റെ
ടൈമിലാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. നെക്സ്റ്റ് ഈസ് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്. ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്ന 3 ട്രൈബ്സ് ആണ്. ഓക്കെ, ആംഗിൾസ്, സാക്സൺസ് ആൻഡ് ജൂഡ്സ് എന്ന് പറയുന്ന ട്രൈബ്സ്. ദേ വെയർ ഗ്രൂപ്പ്സ് ഓഫ് ഹീത്തൻസ്. ഹീത്തൻസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു ഡു നോട്ട് ബിലോങ് ടു എനി റിലീജിയൻ. ഒരു റിലീജിയനിലും ബിലീവ് ചെയ്യാത്തത്, ക്രിസ്ത്യാനിറ്റി എന്നോ അങ്ങനത്തെ ഒരു റിലീജിയനിലും ബിലീവ് ചെയ്യാത്തവരെയാണ് എന്ത് പറയുന്നത്, ഹീത്തൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്ന ആരാ, ഗ്രൂപ്പ്സ് ഓഫ് ഹീത്തൻസ്. അവർക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള റിലീജിയൻ ഒന്നുമില്ല, നേച്ചർ തന്നെയാണ് അവരുടെ ഗോഡ് എന്ന് പറയുന്നത്. ദേ വെയർ നേച്ചർ വർഷിപ്പേഴ്സ്. ഓക്കെ, എന്താണോ ഗോഡ് അത് തന്നെയാണ് അവരുടെ ഗോഡ് എന്ന് പറയുന്നത്. ആര്, ആംഗ്ലോ സാക്സൺസ്. അപ്പോൾ ഈ ആംഗ്ലോ സാക്സൺസ് ഈ ബ്രിട്ടനെ ഇൻവേഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞത്, വെൻ റോമൻസ് വിഡ്രൂ their troops from Britain in AD 410, the Britons fell under the attack of Picts and Scots. അല്ലേ, ഈ റോമൻസ് അവരുടെ ട്രൂപ്പിനെ ബ്രിട്ടനിൽ നിന്നും വിഡ്രൂ ചെയ്യുന്ന സമയത്ത് ബ്രിട്ടനെ അറ്റാക്ക് ചെയ്യാണ്, പിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ സ്കോട്ടിഷ് ട്രൈബ് പിക്സ് ഇൻവേഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. അറ്റ് ദാറ്റ് ടൈം the British people, they appealed to the ജൂഡ്സിനെ അപ്പീൽ ചെയ്യുകയാണ് ഫോർ ഹെൽപ്പ്. ഓക്കെ, ജൂഡ്സിനോട് ഹെൽപ്പിന് വേണ്ടി പോവുകയാണ്. ആൻഡ് ദീസ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദി ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്. അങ്ങനെ അത് എന്തിലേക്ക് ലീഡ് ചെയ്തു, ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിലേക്ക് ലീഡ് ചെയ്തു. അറ്റ് ഫസ്റ്റ് ജൂഡ്സ് എന്ത് ചെയ്യുന്നു, ബ്രിട്ടനിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ ജൂഡ്സ് ഹു സെറ്റിൽഡ് ഇൻ കെൻറ്റിലാണ് അവർ സെറ്റിൽ ചെയ്യുന്നത് 449. ആൻഡ് ഫോളോഡ് ബൈ സാക്സൺസ് വരുന്നു, ഹു സെറ്റിൽഡ് ഡൗൺ ഇൻ ദി സൗത്ത് ആൻഡ് വെസ്റ്റ് ഓഫ് ലണ്ടൻ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ഇങ്ങനെ നോക്കി പോവുക. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒത്തിരി നോട്ട്സ്, ഇതിൻ്റെ സെപ്പറേറ്റ് നോട്ട്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആംഗിൾസ് നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഇട്ടിട്ടുണ്ട്, നമ്പർ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് പിന്നെ ആംഗിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നു നോർത്തിൽ. പിന്നെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറി, അവരുടെ ഡിഫറെൻറ്റ് ഡയലക്ട്സ് ഒക്കെ. അപ്പോൾ ആ ഡയലക്ട്സ് ഒക്കെ ചേർന്നിട്ട് എന്തായിട്ട് മാറി, ആംഗ്ലോ സാക്സൺ എന്നായിട്ട് മാറുന്നു, ഇംഗ്ലീഷ് എന്നായിട്ട് മാറുന്നു. അങ്ങനെ ഈ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ചോദിക്കാൻ പറ്റിയൊരു 4 മാർക്ക് ക്വസ്റ്റ്യനാണ് ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി എന്ന് പറയുന്നത്. ഹെപ്റ്റാർക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ ദ റൂൾ ഓഫ് 7 എന്ന. ഓക്കെ, ദ റൂൾ ഓഫ് 7 എന്ന ഹെപ്റ്റാർക്കി is a name traditionally ascribed to kingdoms of Anglo-Saxon England in the period prior to the Danish conquest of the 19th century. ഈ ഒരു ഹെപ്റ്റാർക്കി എന്ന് പറയുന്ന ടേം, ഹെപ്റ്റ എന്ന് പറഞ്ഞാൽ 7 എന്നുള്ള മീനിങ്. ഈ ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിന് ശേഷം അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത കിങ്ഡംസ് ആണ് ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ 7 കിങ്ഡംസ് അത് ജസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ട് പോകുക, അത് മസ്റ്റായിട്ട് ചോദിക്കുന്നതാണ്. The 7 kingdoms were Kent, Wessex, Essex, Sussex, East Anglia, Mercia and Northumbria. But ഈ Anglo-Saxons ബ്രിട്ടനെ കോൺക്വർ ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് they established 7 kingdoms, but they don't have any unity. They lacked the unity. അവർക്ക് യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ആൻഡ് were always quarreling. എപ്പോഴും കോർണൽ ചെയ്യുന്ന തീംസാണ് ഈ ആംഗ്ലോ സാക്സൺസ്. 7 കിങ്ഡംസ് ഒക്കെ ഉണ്ടാക്കി, ഹെപ്റ്റാർക്കി ഒക്കെ ഉണ്ടാക്കി. പക്ഷേ they do not have unity and they were always quarreling people. അങ്ങനെ ഈ 7 കിങ്ഡംസിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. നോർത്തംബ്രിയ, മേഴ്സിയ ആൻഡ് വെസെക്സ് മോർ പവർഫുള്ളായിട്ട് മാറി. നോർത്തംബ്രിയ 7th century ഡോമിനേറ്റ് ചെയ്തു, മേഴ്സിയ 8th century ഡോമിനേറ്റ് ചെയ്യുന്നു, വെസെക്സ് 9th century ഡോമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ കിങ് എഗ്ബർട്ട് ഓഫ് വെസെക്സ് അല്ലേ, ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ സുപ്രമസി ഓഫ് ഹിസ് കിങ്ഡം is considered to be the first king of England. ഓ, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്, മസ്റ്റായിട്ടല്ല, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കിങ് ഓഫ് ഇംഗ്ലണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ആ കിങ് എഗ്ബർട്ട് ഓഫ് വെസെക്സ്. ഹി ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കിങ് ഓഫ് ഇംഗ്ലണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ റോമൻ കോൺക്വസ്റ്റിന് ശേഷം ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്. ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിൽ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയാൽ പേജ് നമ്പർ 7 ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ്. സംടൈംസ് നിങ്ങളുടെ 9 ആയിരിക്കാം. അപ്പോൾ ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിൻ്റെ എഫക്ട്സ് എന്ന് പറയുന്നത്, ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിലൂടെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായി. ക്രിസ്ത്യാനിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രിസ്ത്യാനിറ്റിയെ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആംഗ്ലോ സാക്സൺസ്. ആൻഡ് ആംഗ്ലോ സാക്സൺ സൊസൈറ്റിയെ, സോഷ്യൽ സെറ്റപ്പിലാണെങ്കിൽ ആംഗ്ലോ സാക്സൺ സൊസൈറ്റിയെ 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ തെയിൻസ്, അതിൽ നോബിൾ മെന്നാണ് വരുന്നത്. പിന്നെ ചോൾസ് എന്ന ഫ്രീമെൻ അല്ലേ, ലാൻഡൊക്കെ ഉള്ള, ലാൻഡ് ഓയിങ്സ് ഉള്ള, ലാൻഡ് ഹോൾഡിങ്സ് ഉള്ള ഫ്രീമെന്നാണ് ചോൾസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ ഈസ് സ്ലേവ്സ്.
അപ്പോൾ ഈ ഒരു 3 ഗ്രൂപ്പ്സ് ആണ് ഏതാ സോഷ്യൽ സെറ്റപ്പിൽ ആംഗ്ലോ സാക്സൺ സൊസൈറ്റിയെ മെൻഷൻ ചെയ്യുന്നത്. ആംഗ്ലോ സാക്സൺ സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്. ദ തേൻസ് ഓർ മെൻ ഓഫ് നോബൽ ആൻഡ് നോബൽ ബർത്ത് and the Chols, freemen with small land holdings and the slaves. Okay. And the political setup നിങ്ങൾക്ക് ഈ ഷ്രയർ മൂട്ട് പിന്നെ ടൗൺ മൂട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതിന് വിത്തനങ്കി മൂട്ടുണ്ട്. പൊളിറ്റിക്കൽ സെറ്റപ്പിൽ സെൻട്രൽ പവർ എന്ന് പറയുന്ന ആർക്ക് തന്നെയാണ്, കിങ്ങിനാണ് സെൻട്രൽ പവർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത് ബട്ട് കിങ്ങിന് സെൻട്രൽ പവർ ഉണ്ടെങ്കിലും ഏതാ കിങ് ഓൾ 3 ഫങ്ഷൻസ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആവട്ടെ, ലെജിസ്ലേറ്റീവ് ആവട്ടെ, ജുഡീഷ്യൽ ആവട്ടെ, കിങ് ആണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആൻഡ് കിങ് വാസ് ദ സുപ്രീം ലെജിസ്ലേറ്റർ, സുപ്രീം എക്സിക്യൂട്ടീവ് ആൻഡ് സുപ്രീം ജഡ്ജ് ആൻഡ് ദ ഗാർഡിയൻ ഓഫ് പീസ് ടു. ഓക്കെ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ ഇവരുടെ ആ ഒരു കൗൺസിലിന് പറയുന്ന അസംബ്ലിക്ക് പറയുന്ന ഒരു ടൈറ്റിലുണ്ട്, വിത്താൻ എന്ന ഈ ഒരു അസംബ്ലിയെ പറയുന്നത്. ഓക്കെ. അപ്പോൾ കിങ്ങാണ് ഏറ്റവും സുപ്രീം പൊസിഷൻ ആർക്കാണ്, കിങ്ങിനാണ്. ആൻഡ് കിങ് ഹി വാസ് നോൺ എസ് ദ ഗാർഡിയൻ ഓഫ് പീസ് ആൻഡ് ദ അസംബ്ലി വാസ് നോൺ എസ് വിത്താൻ. വിത്താൻ 1 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വിത്തനങ്കി മോട്ട് എന്ന് പറയുന്ന ഒരു അഡ്വൈസറി ബോഡി അവിടെ വരുന്നു. നോബൽസും എൽഡർമാനും ക്ലർജീസൊക്കെ വരുന്ന വിത്തനങ്കി മോട്ട് എന്ന് പറയുന്ന ഒരു അഡ്വൈസറി ബോഡി. പിന്നെ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് റിയൽ സ്ട്രെങ്ത് ഓഫ് ആംഗ്ലോ സാക്സൺ പൊളിറ്റി ലേ ഇൻ ദ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആംഗ്ലോ സാക്സൻസിൻ്റെ ആ ഒരു റിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഇതിലെ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അതിൽ ടൗൺഷിപ്പ് ആണ്. ടൗൺഷിപ്പ് അല്ലെങ്കിൽ ടൗൺഷിപ്പ് ഓർ ടൗൺ ആണ് ഇസ് ദ സ്മോളസ്റ്റ് സെൽഫ് ഗവേണിംഗ് യൂണിറ്റ്. ഓക്കെ. സ്മോളസ്റ്റ് സെൽഫ് ഗവേണിംഗ് യൂണിറ്റ് ഓഫ് ആംഗ്ലോ സാക്സൺ പൊളിറ്റി ഈസ് ഏതാ ടൗൺഷിപ്പ് ഓർ ടൗൺ. അപ്പോൾ ഈ ടൗൺഷിപ്പിലെ മീറ്റിംഗ് വിച്ച് ഈസ് കോൾഡ് ടൗൺ മൂട്ട്. ഓക്കെ. ടൗൺ മൂട്ടിനെ പ്രിസൈഡ് ചെയ്യുന്നത് ടൗൺ റീവെന്ന്. അതുപോലെ തന്നെയാണ് നമ്പർ ഓഫ് ടൗൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് എന്താ 100 എന്ന. ഓക്കെ. 100ൻ്റെ അസംബ്ലി എന്താ 100 മൂട്ട്. ഓക്കെ. അപ്പോൾ 100 മൂട്ടിനെ പ്രിസൈഡ് ചെയ്യുന്നത് ആരാ 100 റീവ്. ഓക്കെ. അതുപോലെ തന്നെയാണ് അടുത്ത നമ്പർ ഓഫ് ഹൺഡ്രഡ്സ് ഫോംസ് ഏതാണ്, നമ്പർ ഓഫ് ഹൺഡ്രഡ്സ് ഫോംഡ് ഷയർ. ഓക്കെ. ഷയർ ഈസ് ദ ലാർജസ്റ്റ് പൊളിറ്റിക്കൽ യൂണിറ്റ്. അപ്പോൾ സ്മോളസ്റ്റ് പൊളിറ്റിക്കൽ യൂണിറ്റ് ഏതാണ് ടൗൺ ആണ് അല്ലേ, ടൗൺ ഓർ ടൗൺഷിപ്പ്. ലാർജസ്റ്റ് ആണെങ്കിലോ ഷ്രയർ ആണ് ലാർജസ്റ്റ് പൊളിറ്റിക്കൽ യൂണിറ്റ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അസംബ്ലിയെ പറയുന്നത് ഷ്രയർ മൂട്ട് എന്നും ആൻഡ് ഷ്രയർ മൂട്ട് വിച്ച് വാസ് പ്രിസൈഡഡ് ബൈ ഷ്രയർ റീവ്. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ജുഡീഷ്യൽ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ സെറ്റപ്പിൽ 2 ടൈപ്സ് ഓഫ് ട്രയൽ വരുന്നു, ട്രയൽ ബൈ ഓഡിയൽ ആൻഡ് ട്രയൽ ബൈ കമ്പോക്കേഷൻ. ട്രയൽ ബൈ ഓഡിയൽ ആണെങ്കിൽ കുറച്ച് സിവിയർ ആയിട്ടുള്ള ട്രയലാണ്. ദ അക്യൂസ്ഡ് ഹാഡ് ടു ഡിപ്പ് ഹിസ് ഫിംഗേഴ്സ് ഇൻ എ ബോയിലിംഗ് ലിക്വിഡ്. കുറച്ച് ടഫായിട്ടുള്ളതാണ് സംഭവം. അടുത്ത് ട്രയൽ ബൈ കമ്പോക്കേഷൻ ആണെങ്കിൽ കമ്പോക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ് മെന്നാണ്. അങ്ങനെ ഒരു 12 ഓണസ്റ്റ് മെന്നിന് അക്യൂസ്ഡ് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാണ് ജുഡീഷ്യൽ സെറ്റപ്പ്. പിന്നെ ആംഗ്ലോ സാക്സൺ ഇൻഫ്ലുവൻസ് ഓൺ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും ആംഗ്ലോ സാക്സൺ അത്രത്തോളം എന്തുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ. ദ ടങ് ദേ ബ്രോട്ട് ഇൻ ടു ദ ലാൻഡ് കോൾഡ് ഇംഗ്ലീഷ്. അതായത് ആംഗ്ലോ സാക്സൺസ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ടങ്, അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്, ആ 3 ട്രൈബ്സിൻ്റെ ആംഗിൾസ്, സാക്സൺസ്, ജൂഡ്സ്, 3 ട്രൈബ്സിൻ്റെ ലാംഗ്വേജ് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറി, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിട്ട് മാറി, ഇംഗ്ലീഷായിട്ട് മാറി. ഓക്കെ. ആ 3 ഡയലക്ട്സ് ജോയിൻ ചെയ്തിട്ട് ഇംഗ്ലീഷായിട്ട് മാറുന്നു, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആയിട്ട് മാറുന്നു. ഓക്കെ. ആംഗ്ലോ സാക്സൺ ലാംഗ്വേജിനെയാണ് നമ്മൾ എന്തായിട്ട് റെഫർ ചെയ്യുന്ന ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒന്നും ചോദിക്കാം, എസ്സേ ചോദിക്കാം, ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ ഒന്നും ചോദിക്കാം. നിങ്ങളത് ഓർമ്മിച്ച് എഴുതുക. ഓക്കെ. അപ്പോൾ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് ജനറലി റെഫേർഡ് ടു ആസ് ഓൾഡ് ഇംഗ്ലീഷ് and came to be widely spoken once the Romanized Britons were defeated and driven into the west. കുഴപ്പമില്ല. ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിൽ നിന്ന് ആംഗ്ലോ സാക്സൺ യൂണിറ്റ് ഫസ്റ്റ്, അതായത് റോമൻസ് ടു ദ നോർമൻസിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതാണ്. പിന്നെ നിങ്ങൾക്ക് അടുത്ത് വരുന്നത് ലിറ്ററേച്ചറാണ്. ഓക്കെ. മെയിനായിട്ട് ചോദിക്കുന്ന ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി എന്താണെന്ന് ചോദിക്കാം കേട്ടോ. ഹെപ്റ്റാർക്കി എന്താണ്, 1 മാർക്കിന് പാക്സ് റൊമാന ചോദിക്കാം. പിന്നെ ആംഗ്ലോ സാക്സൺ സോഷ്യൽ സെറ്റപ്പ് ചോദിക്കാം. അതുപോലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നത് പൊളിറ്റിക്കൽ സെറ്റപ്പിൽ ആ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്ന കേസാണ്. അപ്പോൾ അത് ഏറ്റവും സ്മോളസ്റ്റ് സെൽഫ് ഗവേണിംഗ് യൂണിറ്റ് ഏതാണ്, ടൗൺസ് ഓഫ് ടൗൺഷിപ്പ്. അപ്പോൾ ടൗൺഷിപ്പിലെ ഏതാണ്, ടൗൺഷിപ്പിന് മീറ്റിംഗ് ഈസ് കോൾഡ് ടൗൺ മൂട്ട് എന്നും അതിനെ പ്രിസൈഡ് ചെയ്യുന്നത് ആരാണ്, ടൗൺ റീവർ. അപ്പോൾ നമ്പർ ഓഫ് ടൗൺസ് ചേരുമ്പോൾ എന്തായിട്ട് മാറും, ഹൺഡ്രഡ്സ് ആയിട്ട് മാറും. 100ലെ മീറ്റിംഗ് എന്ന് പറയുന്നത് 100 മൂട്ടും അതിനെ പ്രിസൈഡ് ചെയ്യുന്നത് 100 റീവും.
അതുപോലെ ലാർജസ്റ്റ് പൊളിറ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ഷ്രയറാണ്. സ്പെല്ലിംഗ് നോക്കിക്കൊള്ളണം ടെക്സ്റ്റിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ അസംബ്ലി ഏതാ? ഷ്രയർ ന്യൂട്ടൺ. അതിനെ പ്രിസൈഡ് ചെയ്യുന്നത് ഷ്രയർ റീവ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് അടുത്ത റോമൻ കോൺക്വസ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ റോമൻ കോൺക്വസ്റ്റ്, ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്, പാക്സ് റൊമാന, ഹാഡ്രൈൻസ് വാർ, ഇതൊക്കെയാണ് ഈ ആംഗ്ലോ സാക്സൺ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, ആംഗ്ലോ സാക്സൺ പീരീഡിൽ യൂണിറ്റ് 1 ഫ്രം ദ റോമൻസ് ടു ദ നോർമൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നു. ഓക്കെ.